സുഹൃത്തുക്കളെ, ശശി തരൂർ പറഞ്ഞതിൻ്റെ രാഷ്ട്രീയമെന്ത്? അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ശശി തരൂർ പറഞ്ഞത് വസ്തുതയാണോ? തരൂർ എന്താണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ ചെയ്തിരിക്കുന്നത്, കേരള രാഷ്ട്രീയത്തിൽ ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ് പരിശോധിക്കുന്നത്. തീർച്ചയായും ശശി തരൂർ വലിയൊരു ബോംബ് ഇട്ടിരിക്കുന്നു. അത് ഇതുവരെ ഇപ്പുറത്ത് സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് ഒരു ഭരണമാറ്റത്തിന് വേണ്ടി വല്ലാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും കാല് തല്ലി ഒടിക്കുന്ന പ്രസ്താവനയായിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും. കേരളത്തിൻ്റെ ഒരു പൊതു രാഷ്ട്രീയ രീതികൾ എങ്ങനെയാണ്? അത് പ്രതിപക്ഷത്തുള്ളവർ ഭരണപക്ഷത്തെ ഭരണപക്ഷം കൊള്ളില്ല എന്ന് ജനങ്ങൾക്കൂടെ ഉള്ളിൽ പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെ അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രചരണം നടത്തുന്നു. ജനങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. അപ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾ ചാടി, കേരളത്തിലെന്ന് മാത്രമല്ല പൊതുവെ ഇന്ത്യയിലെ ജനങ്ങളാണെങ്കിലും ഒരു മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നത്. ഫലത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള വോട്ടിങ്ങിന് വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തി. കഴിഞ്ഞ ഒരു തവണ ഭരണ തുടർച്ചയുണ്ടായി. ഇനിയൊരു തവണയെങ്കിലും ഭരണം കിട്ടണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് വല്ലാതെ കഷ്ടപ്പെട്ട എല്ലാ പരിമിതികൾക്കിടയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും. അതിനിടയിൽ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ കാലെല്ലാം നട്ടൽ തന്നെ തല്ലി ഓടിക്കുന്ന പ്രസ്താവനയായിപ്പോയി ശശി തരൂരിൻ്റേത്. യഥാർത്ഥത്തിൽ ശശി തരൂർ പലപ്പോഴും ഇങ്ങനെ പല വിഷയത്തിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാറുള്ള നേതാവാണ്. പക്ഷേ ഇന്ന് കെ മുരളീധരനൊക്കെ പറഞ്ഞതുപോലെ പാർട്ടിക്ക് വിധേയനാകണം. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് എവിടെയെങ്കിലും പറഞ്ഞ് പോകാൻ പറ്റില്ല. ഇതിപ്പോൾ ദാ എതിരാളികൾക്ക് ആയുധമായി. ഇനിയിപ്പോൾ വ്യാവസായിക സൗഹൃദമാണോ അല്ലയോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ പിണറായി വിജയൻ അടക്കം ഉദാഹരണം പറയേണ്ടി വരുന്നു ശശി തരൂരിനെ. ഇതാ കേരളം അങ്ങ് വല്ലാണ്ട് അതായത് എപ്പോഴും സി പി എമ്മിൻ്റെ ലൈൻ അതാണ്, കേരളം വല്ലാണ്ട് പുരോഗമിക്കുന്നു, കേരളത്തെയാണ് കുറ്റം പറയുന്നത്. ഇപ്പോൾ ബി ജെ പി നേതാക്കൾ പറഞ്ഞാലും കേരളത്തെ തള്ളി പറയുകയാണ്, അല്ലാതെ സി പി എമ്മിനെ തള്ളി പറയുകയാണ്, അല്ലെ പിണറായി വിജയൻ്റെ ഭരണത്തെ തള്ളി പറയുകയാണ് എന്നൊരു ആംഗിളേ ഇല്ല. അവർ കേരളമാണ് പിടിക്കുന്നത്. നവകേരളം എന്ന് പറഞ്ഞ രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് പിണറായി വിജയന് ഒരു പൂച്ചെണ്ട് നൽകിക്കൊണ്ട് ഫലത്തിൽ ശശി തരൂർ രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ തരൂരിൻ്റെ പല ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ തരൂർ അങ്ങനെ പറയുമ്പോൾ മലയാളികൾക്ക് മുന്നിലെ ചില ബോധ്യങ്ങളുണ്ടല്ലോ. കേരളം മലയാളി അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? കേരളം വ്യാവസായിക സൗഹൃദമായി വളരെ മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കമുള്ള വ്യാവസായിക അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന എത്രയോ സ്ഥാപനങ്ങൾ തകർന്ന് ഇല്ലാതായി. ഒരു തരത്തിലും വ്യാവസായികമായി കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഇപ്പോൾ സ്വകാര്യ സംരംഭങ്ങൾ ഏതെങ്കിലുമൊക്കെ വരുന്നുണ്ടാകും, പക്ഷേ അവർ പോലും വലിയ രീതിയിലൊരു നിക്ഷേപത്തിലേക്ക് ഏതെങ്കിലുമൊക്കെ ചെറിയ ഇപ്പോൾ ടെക്നോ പാർക്കിൽ ചില കമ്പനികൾ വന്നു എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടാണല്ലോ പല കാര്യത്തിലും നമ്മൾ താരതമ്യം ചെയ്യുന്നത്. അവിടെ കേരളത്തിന് പരിമിതികളുണ്ട്. ഒന്നാമത് സ്ഥലപരിമിതിയുണ്ട്. കേരളം ഒരൊറ്റ സിറ്റിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ സ്ഥലപരിമിതിയുണ്ട്, പൊല്യൂഷൻ പ്രശ്നങ്ങളുണ്ടാകും, 100,000 പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ കേരളത്തിന് യഥാർത്ഥത്തിൽ കേരളം വ്യാവസായികമായി മുന്നേറുന്നു എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് കേരളം മുന്നേറേണ്ടത് ഒരു പരിധിവരെയും കേരളത്തിന് വരുമാനം ഉണ്ടാക്കിയെടുക്കാനുള്ള ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ ഉള്ളത് ടൂറിസം പോലുള്ള മേഖലകളാണ്. അവിടെ നമ്മൾ വേണ്ട രീതിയിൽ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് അവിടേക്കുള്ള ട്രാഫിക് സംവിധാനങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ, അവിടെയുള്ള വൃത്തി, അങ്ങനെ വിദേശ ടൂറിസ്റ്റുകളെ വല്ലാതെ ആകർഷിച്ച് ഇതൊരു എന്താ പറയുക, മറ്റു പല രാജ്യങ്ങളെപ്പോലെയും വലിയ രീതിയിൽ മുന്നോട്ട്. അപ്പോൾ നമ്മൾ താരതമ്യം ചെയ്യേണ്ട ടൂറിസം രംഗത്ത് മറ്റു രാജ്യങ്ങളെയാണ്. അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ വേണ്ട വിധത്തിൽ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് കേവലം ഏതെങ്കിലും പിണറായി സർക്കാരിൻ്റെ മാത്രം കുഴപ്പമില്ല, മലയാളികളുടെ മൊത്തം കുഴപ്പമുണ്ട്. മലയാളികൾ വലിച്ചെറിയുന്നതും വശത്ത് മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലേക്ക് നമുക്ക് നമ്മുടെ കിട്ടിയ പ്രകൃതിയെ വല്ലാതെ ഒന്ന് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൊക്കെ നമ്മൾ വളരെ പിന്നിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് പോകാനുള്ള പല സാധ്യതകളും അവിടെയാണ്. ഇപ്പോൾ വ്യാവസായികമായി കേരളം മുന്നോട്ട് പോകുന്നെങ്കിൽ എത്രയോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചു തുറക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയും KPPL ആയി കേന്ദ്രം വിറ്റ സ്ഥാപനം തുറന്നില്ലേ? എന്താണ് യഥാർത്ഥത്തിൽ ലാഭത്തിലേക്ക് പോയിട്ടുണ്ടോ? അവിടെ ഒരുപക്ഷെ സ്വകാര്യ സംരംഭം എന്ന മാതിരി തന്നെയാണ്. അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരിൽ വളരെ കുറച്ച് പേർ മാത്രമേ അവിടെ തുടരുന്നുള്ളൂ. തുടരുന്നവരെ തന്നെ സ്ഥിര ജീവനക്കാരായി നിലനിർത്താൻ കഴിയുന്ന സ്ഥിതിയിലല്ലുള്ളത്. ഇപ്പോൾ KSRTCയിൽ ഫലത്തിൽ സ്വിഫ്റ്റ് എന്ന നിലയിൽ ഒരു സ്വകാര്യവൽക്കരണം തന്നെ കൊണ്ടുവരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. താൽക്കാലിക ജീവനക്കാരാണ് ഫലത്തിൽ, അത് മാനേജ് ചെയ്യുന്ന KSRTC ആണ്. പക്ഷേ അവിടെ താൽക്കാലിക പഴയൊരു ഇടതുപക്ഷ കൺസെപ്റ്റിലേക്ക് പോകാൻ അവർക്ക് കഴിയുന്നില്ല. അത് ലോകത്തും ഇന്ത്യയിലൊക്കെ മാറിയിരിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള മാറ്റം കൂടിയാണ്. പക്ഷേ
വ്യാവസായികമായി കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതായത് വളരെ പെട്ടെന്ന് സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റുന്നതാണോ? ആന്തൂരിലെ സാജൻ്റെയും ഇനി കിറ്റക്സ് മുതലാളിയുടെ കഥ മാറ്റി വെക്കുക, അത് രാഷ്ട്രീയമാണെന്ന് പറയാം. അങ്ങനെ പല പല എത്രയോ ആളുകൾ ഒരു സംരംഭം തുടങ്ങിയിട്ട് നാട്ടിലെ പിരിവ് കാരണം തന്നെ പൂട്ടിപ്പോകേണ്ടി വരുന്ന മനുഷ്യരുടെ നാടാണ് കേരളം എന്നുള്ളതാണ്. അത് രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് വല്ലാത്ത രീതിയിൽ പിരിവെടുത്ത് ഒരുത്തനെ വളർത്താൻ കഴിയാത്ത നിലയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെയാണ് കേരളം എന്തോ വ്യാവസായികമായി ഭയങ്കര ഗംഭീരമാണ് എന്ന പ്രസ്താവന വരുന്നത്. എനിക്ക് ഒരു തരത്തിലും അങ്ങനെ വ്യക്തിപരമായുള്ള വിലയിരുത്തൽ തോന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഇടതുപക്ഷക്കാരും അല്ലാതെ ചാടി വന്ന് കമൻറ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് പൊതുവേ നിങ്ങളുടെ മനസ്സിൽ തൊട്ട് അങ്ങനെ പറയാൻ കഴിയുമോ? കേരളം അങ്ങനെ വ്യാവസായികമായി ഉയർന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ കേരളത്തിന് പണ്ടേ പല തരത്തിലുള്ള പൊതുവിതരണ രംഗത്തൊക്കെ അതൊക്കെ ഇപ്പം തുടങ്ങിയല്ല, അതിന് മുൻപുള്ള കാലം മുതലേ ഉണ്ട്. ഭക്ഷ്യ ശൃംഖല, അതായത് വിതരണ ശൃംഖല പണ്ടേ ഉണ്ട്. എത്രയോ കാലമായിട്ടുള്ളതാണ്. എത്രയോ ഇപ്പോൾ വന്നതൊന്നുമല്ല ആരോഗ്യരംഗത്തെ നേട്ടങ്ങൾ. പക്ഷേ അപ്പോഴും നമ്മൾ വിദ്യാഭ്യാസപരമായി ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റികൾ അടച്ചു പൂട്ടിയാൽ മതി. സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ വരുന്ന സമയത്ത് ഇപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ കുട്ടികളില്ല, കോളേജുകളിൽ പഠിക്കാൻ കുട്ടികളില്ലാത്ത സാഹചര്യം. സ്വകാര്യ സർവകലാശാല വരുമ്പോൾ കുട്ടികൾ അങ്ങോട്ടേക്ക് പോകുന്നു. പിന്നെ ഏതെങ്കിലുമൊക്കെ പാവപ്പെട്ടവൻ്റെ കുട്ടികൾ പഠിക്കുന്ന കേന്ദ്രമായി സർവകലാശാലകൾ മാറിയേക്കാം. അവിടെ വരുമാനം എന്നുള്ളത് വലിയ പ്രതിസന്ധിയാകുന്നു. കേരളത്തിൻ്റെ വരുമാനം, അതിൻ്റെ വരവും ചെലവും തമ്മിലുള്ള പ്രശ്നം തന്നെയാണ് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന്. കേരളം കേന്ദ്രത്തോട് കനിഞ്ഞ് കാല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരളത്തിന് സ്വന്തമായി വരുമാനം ഉണ്ടാക്കാൻ ഇനി ഉണ്ടാകുന്ന വരുമാനം മദ്യവും ലോട്ടറിയൊക്കെയാണ് പ്രധാനപ്പെട്ടത്. അവിടെ തന്നെ കിട്ടുന്നതിൽ വലിയൊരു ശതമാനം സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിനും പെൻഷനും കൊടുക്കേണ്ടി വരുന്ന ഒരു നാടാണ് ഈ കേരളം. അവിടെ വ്യാവസായികമായി വല്ലാതെ നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ അതിൻ്റെ ഗുണം സംസ്ഥാനത്തിനുണ്ടായതിനും. എത്ര വരുമാനം മുടിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അന്നന്നത്തെ ചെലവിനുള്ള ബുദ്ധിമുട്ടിൽ കൂടി പോലും പോകുന്ന സാഹചര്യത്തിലാണ് കേരളം നിൽക്കുന്നതെന്ന് സർക്കാർ തന്നെ സാമ്പത്തിക പ്രതിസന്ധി തുറന്നു പറയുന്നു. ഫലത്തിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്, കേന്ദ്രം തരാത്തതുകൊണ്ടാണ്. പക്ഷേ കേരളം എടുക്കേണ്ടതിൻ്റെ ഏതാണ്ട് 5 ഇരട്ടി എങ്ങാണ്ട് അധികം കടം എടുത്തു കഴിഞ്ഞുവെന്ന് കേന്ദ്രം പറയുന്നു. ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ്. ഇതൊക്കെ മലയാളിക്ക് യഥാർത്ഥത്തിൽ അറിയാവുന്ന കാര്യം തന്നെയാണ്. കേരളം എന്തുകൊണ്ട് സാമ്പത്തികമായി മുടിയുന്നു, എവിടെയാണ് ഇതില്ലാത്തത്? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം. അവിടെയാണ് എങ്ങനെയെങ്കിലും ഒന്ന് ഭരണത്തിൽ കയറാമെന്നുള്ള കോൺഗ്രസിൻ്റെ എല്ലാ മോഹങ്ങൾക്കും അതിൻ്റെ മുകളിൽ കയറിയിരുന്നുകൊണ്ട് ശശി തരൂരിൻ്റെ പ്രസ്താവന വരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. യഥാർത്ഥത്തിൽ ശശി തരൂർ CPM-ൻ്റെ ടൂളാണോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. പണിയെടുത്ത് നിങ്ങളെ ജയിപ്പിച്ച സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ പാർട്ടിക്ക് വിധേയനാകണമെന്നാണ് മുരളീധരൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശശി തരൂരിൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കമൻറ്റുകൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.